ഇൻസ്റ്റയിൽ അവളുടെ മെസ്സേജസ് കണ്ടപ്പോൾ ഞാൻ തീരെ എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. ആൾ ഇങ്ങനത്തെ ഒരു വൈബായിരിക്കുന്നു. എന്തായാലും ഞാൻ ഓപ്ഷൻ കൊടുത്തത്, മീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തത് എൻ്റെ പൂരത്തിൻ്റെ അന്നാണ്. അന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എൻ്റെ വൈബാണോ അല്ലേ എന്നൊക്കെയും. അപ്പം ആൾക്ക് എന്തോ ഡീസോൺ മാറ്റി വെച്ച ആൾ വൈകുന്നേരം എത്തിയത്. ഞാൻ ആ വൈകുന്നേരം എത്താൻ തന്നെയാട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ സ്റ്റുഡിയോ പോയി. ബിക്കോസ് എനിക്ക് അടുത്ത ദിവസം ഒരു സ്ഥലം വരെ പോകണമായിരുന്നു. ബട്ട് അൺഫോർച്യുനേറ്റ്ലി കുറേ വീഡിയോസും ഫോട്ടോസും എടുത്തു എന്നുള്ളൂ. ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഞങ്ങൾ തിരിച്ചെത്തുമ്പോഴേക്കും ഏകദേശം എല്ലാം സ്റ്റാർട്ട് ആയിട്ടുണ്ടായിരുന്നു. എൻ്റെ പ്ലാനിൽ 9:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അടുത്ത ദിവസം 3:30 ആകുമ്പോൾ തിരിച്ചെത്തണം എന്നുള്ളൊരു മൂഡായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ എൻജോയ് ചെയ്തു കേട്ടോ. കഴിഞ്ഞ കൊല്ലമൊക്കെയും ഞാൻ എൻജോയ് ചെയ്യാണ്ട് സൈഡിൽ നിന്നെല്ലാം കാണാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ വട്ടം ആൾക്കാർ എന്ത് വിചാരിച്ചോട്ടെ എന്നുള്ളൊരു മൂഡിലായിരുന്നു എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നത്. വേറൊന്നും കൊണ്ടല്ല, ഞാൻ നിങ്ങളോട് മുന്നേ തന്നെ പറഞ്ഞ പോലെ എപ്പോഴാണ് അടിച്ചു പോകാമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിന് മുന്നേ കുറച്ച് സമയമൊക്കെ ഞാൻ എൻജോയ് ചെയ്യാണ് ചെയ്യുന്നത്. അതും ആർക്കും ഒരു ഉപദ്രവമില്ലാണ്ട്. സത്യത്തിൽ അടിപൊളിയായിരുന്നു കേട്ടോ പ്രോഗ്രാം. ഇനി അടുത്ത പൂരം എന്നാ വരാമെന്നുള്ളൊരു വെയിറ്റിങ്ങിലായിരുന്നു ഞാൻ. ഇപ്പോൾ ഏകദേശം 2:30 കേട്ടോ. അപ്പോഴാണ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പടക്കം പൊട്ടുന്നത് കണ്ടത്. ഫോണൊക്കെ എടുത്ത് കയ്യിൽ വെക്കുമ്പോഴേക്കും ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. എന്തായാലും എനിക്ക് എടുക്കാൻ പറ്റുന്നതൊക്കെ എടുത്തിട്ടുണ്ട്. വലിയ എഡിറ്ററൊന്നുമല്ല ഞാൻ, അപ്പോൾ കിട്ടണ പോലെയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ബൈ.